ഇതാണ് നമ്മളെ ഫോർഡിൻ്റെ ട്രൂണിയോ കസ്റ്റം എന്ന് പറയുന്ന 9 സീറ്റർ വണ്ടി. ഹായ് എവരി വൺ, യൂടെക്കിൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് കാലം സ്ഥലത്തില്ലാത്തതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നുമായിട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ അഗെയിൻ വി ആർ ബാക്ക്. അപ്പം ഇന്ന് നമ്മളുള്ളത് ഇവിടെ UK-ലാണ്. നമ്മളെ കയ്യിലൊരു ഫോർഡിൻ്റെ ഒരു വാനുണ്ട്, ഒരു 9 സീറ്റർ വാനാണ്, ഫോർഡിൻ്റെ ട്രൂണിയോ എന്ന് പറയും. സോ ഇതാണ് നമ്മുടെ വാൻ. ഒരു 2025 പ്ലേറ്റ് ആണ്, ഓൾമോസ്റ്റ് ബ്രാൻഡ് ന്യൂ ആണ്. ആകെ 5000 മൈൽ മാത്രം ഓടിയൊരു വാനാണ്. ഇതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. സോ പറഞ്ഞതുപോലെ 2025 നമുക്ക് നമ്പർ പ്ലേറ്റിൽ നിന്ന് കാണാം. ഒരു 9 സീറ്റർ ആയിട്ടുള്ളൊരു വാനാണ്. ഒരു 2 ലിറ്റർ എൻജിൻ, 168 bhp പവറും ഓൾമോസ്റ്റ് 360 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 2000 cc 4 സിലിണ്ടർ എൻജിനാണ് നമുക്ക് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഇതൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ളൊരു വണ്ടിയാണ്. ആൻഡ് നമുക്ക് കാണാം സൈഡിൽ സ്ലൈഡിങ് ഡോറായിട്ടാണ് നമുക്ക് പുറകിൽ സീറ്റ് വരുന്നത്. പ്രൈവസി ഗ്ലാസും അതേപോലെ ആ ബ്ലാക്ക് ഷെയ്ഡാണ്, നമുക്ക് ഉള്ളോട്ട് കാണാൻ പറ്റില്ല. സോ പ്രൈവസി ഗ്ലാസ്സാണ് പുറകിൽ വരുന്നത്. ആൻഡ് നോർമൽ ബൂട്ടിൽ ഇങ്ങനെയാണ് സ്പേസ് വരുന്നത്. ഇതിൻ്റെ സീറ്റ് നമുക്ക് ഫുള്ളായിട്ട് 100 ഇട്ട് കഴിഞ്ഞാൽ പുറകിലത്തെ സീറ്റ് നമുക്ക് ഓൾമോസ്റ്റ് 5000 ലിറ്റർ ഓഫ് ബൂട്ട് കപ്പാസിറ്റി ഉണ്ടാവും. നോർമൽ കേസിൽ 1500 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റിയാണ് ഉണ്ടാവുക. ആൻഡ് ഇതാണ് വാൻ. Your voice, it beckons me to go to worlds unexplored, to leave behind my home and wander. നമുക്ക് ഈ ഒരു ഫോർഡ് ട്രൂണിയോയുടെ എൻജിൻ റൂം ഒന്ന് കാണാം. ഇത് എയർ ഫിൽറ്ററാണ്. ആൻഡ് ഈ താഴെ കാണുന്നതാണ് ഇതിൻ്റെ ഒരു എൻജിൻ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു 4 സിലിണ്ടർ 2000 cc എൻജിനാണ്. എക്കോ ബ്ലൂ 2.0 എന്നാണ് ഈ ഒരു എൻജിൻ്റെ പേര്. യൂറോ 6 സ്റ്റാൻഡേർഡിൽ വരുന്നൊരു ഡീസൽ എൻജിനാണ്. അത് മെയ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്, വിച്ച് അതിൻ്റെ യൂണിറ്റാണ് ഈ താഴെ കാണുന്നത്. പിന്നെ ഈ സൈഡിൽ നമുക്ക് ഇതാ ഈ ഒരു AMG ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് ബാറ്ററി കാണാം. പിന്നെ പറഞ്ഞിട്ട് വരുമ്പം ഇത് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ടാങ്കാണ്. ആൻഡ് ദിസ് ഇസ് ഫോർ വിൻസ്ക്രീൻ വാഷർ. ഇത് എൻജിൻ ഓയിൽ ഫില്ല് ചെയ്യുന്ന ക്യാപ്പാണ് കാണുന്നത്. ഇത് കൂളൻറ്റിൻ്റെ ഡിയറേഷൻ ടാങ്കാണ്. ആൻഡ് ഇത് AC-യുടെ പ്രഷർ പോർട്ടാണ്. ആൻഡ് നമ്മളെ നാട്ടിലെ അർബേനിയ പിന്നെ അല്ലെങ്കിൽ ടാറ്റ വിങ്ങർ ആ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന ഒരു വാഹനമായതുകൊണ്ട് തന്നെ സിമിലറായിട്ടുള്ളൊരു എൻജിൻ ലേ ഔട്ടാണ് നമുക്കിവിടെ കാണുന്നത്. ഇത് ട്രാൻസ്വേഴ്സ്ലി ആണ് ഈ എൻജിൻ മൗണ്ട് ചെയ്തിരിക്കുന്നത്. എൻജിൻ ഗിയർ ബോക്സ് അങ്ങനെയാണ്, ബിക്കോസ് ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. നമ്മുടെ വണ്ടിയുടെ എൻജിൻ സൗണ്ട് ഒന്ന് കേൾക്കാം. വളരെ സൈലൻ്റ് ആയിട്ടുള്ള എന്നാൽ നല്ലൊരു എൻജിൻ നോട്ടാണ് ഇതിൻ്റെത്. ഒരു 2 ലിറ്റർ ഡീസൽ എൻജിൻ, ഓൾമോസ്റ്റ് 168 bhp പവർ ഔട്ട്പുട്ട് തരുന്നൊരു എൻജിനാണ്. നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ല, പക്ഷേ ഇവിടെ പുറത്ത് ആക്ച്വലി വാൻ കൾച്ചർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഫോർഡിൻ്റെതാണെങ്കിൽ ഫോർഡിൻ്റെ ട്രാൻസിറ്റ് കസ്റ്റം, പിന്നെ മേഴ്സിഡീസിൻ്റെ ആണെങ്കിൽ അവരുടെ സ്പ്രിൻറ്റർ, ഇനി വോക്സ് വാഗൺ ആണെങ്കിൽ അവരുടെ തന്നെ ട്രാൻസ്പോർട്ടർ എന്ന് പറയുന്ന വാൻ, പിന്നെ റെനോൾട്ടിൻ്റെ ട്രാഫിക് ഉണ്ട്. അങ്ങനെ മിക്ക കമ്പനിക്കും അവർക്ക് അവരുടെ വോക്സോളിന് വിവാരോ. സോ ഓരോ കമ്പനിക്കും അവരുടേതായിട്ടുള്ള നോർമലി ഒരു വാൻ ഉണ്ട്. ഇതിൻ്റെ ഒരു ബേസിക് ഇതെന്ന് പറയുന്നത് നമുക്ക് ഓൾമോസ്റ്റ് 8 സീറ്റർ 9 സീറ്റർ കോൺഫിഗറേഷനിലുള്ള വണ്ടികളെന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇത് ഫ്രണ്ടിൽ ബെഞ്ച് സീറ്റാണ് വരുന്നത്. ലൈക്ക് ഒരു ഡ്രൈവർ സീറ്റ് മാത്രം അഡ്ജസ്റ്റബിളും, ഇത് ബാക്കിയുള്ള കോ പൈലറ്റിന് 2 സീറ്റ് നമുക്ക് വരുന്നത് ബെഞ്ച് സീറ്റാണ്.
പിന്നെ ഇതിനൊരു നമ്മുടെ നാട്ടിലധികം കാണിക്കാത്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്യൂൽ ടാങ്ക് ഇവിടെയാണ് വരുന്നത്. ഇത് ഫ്യൂൽ ടാങ്കും ഇത് Euro 6 ആയതുകൊണ്ടുള്ള ആഡ് ബ്ലൂവിൻ്റെ ഡഫിൻ്റെ ടാങ്കുമാണ് നമുക്ക് വരുന്നത്. ആൻഡ് ഒരുപാട് പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഡോറിൻ്റെ ട്രിമ്മിലും കാര്യങ്ങൾക്ക് ഒത്തിരി സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെയും നമുക്ക് കാണാൻ പറ്റും ഗ്ലൗ ബോക്സ് ആയിട്ടും ഇവിടെ മുകളിലുമായിട്ട് വേറെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോൺ ഹോൾഡ് ചെയ്യാൻ ഇവിടെ ചാർജിങ് സോക്കറ്റ്, പിന്നെ സി പോർട്ടും എല്ലാം അവിടെ ഉണ്ട്. ഒരു കപ്പ് ഹോൾഡറാണ് നമുക്ക് പിന്നെ ഇവിടെ വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് സെൻറ്ററിൽ ഫോർഡിൻ്റെ ഒരു എംബ്ലവും അതിന് ചുറ്റും ഒരു വലിയൊരു ഗ്രില്ല് തന്നെയാണുള്ളത്. ആ ഒരു ഗ്രില്ലിൽ നമുക്കൊരു സിൽവർ ഫിനിഷ് ആൻഡ് ബ്ലാക്കിൻ്റെ ഒരു ഫൈബർ മെറ്റീരിയലാണത്. ഉള്ളോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫിൻസ് ഉണ്ട്, പിന്നെ AC-യുടെ പിന്നെ ടെർബോയുടെ ഇൻ്റർകൂളറും റേഡിയേറ്ററുമാണ് അതിൻ്റെ പുറകിൽ വരിക. അതിനൊരു ഫ്ലാപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് നമ്മൾ വണ്ടി ഹീറ്റ് ആകുമ്പോൾ മാത്രമേ ആ ഫ്ലാപ്പ് ഓപ്പൺ ആവുള്ളൂ. ആൻഡ് ഫ്രണ്ടിലും നമുക്ക് ഇതേപോലെ പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. പിന്നെ ഇതാ ഫ്രണ്ടിൽ നമുക്ക് സെൻറ്ററിലായിട്ട് വണ്ടിയുടെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ ഉണ്ട്. ഈ ഒരു ക്യാമറ വെച്ചിട്ടാണ് ഈ ഒരു വണ്ടിക്ക് നമുക്ക് ADAS ലെവൽ 2 ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നത്. വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്കിത് കാണാൻ പറ്റുന്നത് ഫുള്ളി LED ആയിട്ടുള്ളൊരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇത് 2025 മോഡലാണ്. ആകെ ഒരു 3-4 മാസം പഴക്കമുള്ളൂ. വണ്ടി ആകെ ഒരു 5000 മൈൽസ് മാത്രം ഓടിയിരിക്കുന്ന ഒരു വണ്ടിയാണ്. സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് 17 ഇഞ്ചിൻ്റെ അലോയ്സ് ആണ് കാണുന്നത്. ഞങ്ങളൊരു ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് എടുത്തതായതുകൊണ്ട് തന്നെ കുറച്ച് അഴുക്കായിട്ടിരിക്കുകയാണ്. സ്റ്റിൽ ഈ ഒരു സ്ലൈഡിങ് ഡോറാണ് നമുക്ക് സൈഡിൽ വന്നിരിക്കുന്നത്. ആൻഡ് കമ്മിങ് ടു ദ ബാക്ക് വലിയൊരു ബൂട്ട് സ്പേസ് തന്നെ നമുക്ക് ആ ഒരു ബൂട്ടിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പുറകിലും നമുക്ക് LED പ്ലസ് ഹാലജൻ ബൾബിൻ്റെ ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ടെയിൽ ലാംപ്സിൻ്റെ കാര്യത്തിൽ. ആൻഡ് റിയർ ഡീഫോഗറും റിയർ വാഷർ വൈപ്പറും എല്ലാം നമുക്ക് വരുന്നുണ്ട്. ഫാക്ടറി ഫിറ്റഡ് റിയർ പാർക്കിംഗ് സെൻസേഴ്സും റിയർ ക്യാമറയും നമുക്ക് അവൈലബിൾ ആണ്. നമുക്കിവിടെ UK-ൽ ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത് പുറകിൽ പ്രൈവസി ഗ്ലാസ് ആണ്, വിച്ച് ഇസ് ലൈക്ക് ടിൻറ്റഡ്, ആൻഡ് ഫ്രണ്ടിൽ നോർമൽ ഗ്ലാസ്സും ആയിരിക്കും. ആൻഡ് ഇത് ഈ ഒരു ഫോർഡിൻ്റെ വണ്ടികൾക്ക് ഇപ്പോൾ ഈ ഒരു ലൈൻസ് ആയിട്ട് നമ്മൾ ഡോട്ട് കാണുന്നില്ലേ, ഒരു ഹീറ്റഡ് വിൻസ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ്. ഇത് പണ്ട് ഫോർഡിൻ്റെ വണ്ടികളിൽ ലൈക്ക് ഫോർഡിന് പേറ്റൻസി ഉള്ളൊരു കാര്യമായിരുന്നു ഈ ഒരു ലൈൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഫ്രണ്ടിൽ ഇവിടത്തേക്ക് ഒരു ക്ലൈമറ്റ് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടിൽ പെട്ടെന്ന് തന്നെ ആ ഒരു മിസ്റ്റും സ്നോ ഒക്കെ ഉണ്ടെങ്കിൽ ഹീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇങ്ങനെ ഒരു ലൈൻസ് പോലൊരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും ആ ഒരു എഡ്ജിൽ നിന്ന് മാറിയിട്ട് ഹീറ്റഡ് വിൻസ്ക്രീൻ. പക്ഷേ ഇപ്പോൾ അത് പല മെയിൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സും യൂസ് ചെയ്ത് വരുന്നുണ്ട്. I've seen relics of kingdoms past and crowns of ancient kings. I've heard stories of distant lands, realms I long to reach. Your voice, it beckons me to come. നമുക്ക് ഫോർട്ട് റൂണിയോയിൽ വന്നിരിക്കുന്നത് ലൈക്ക് ആക്ച്വലി 5 ഡോറാണ്. അപ്പം ഇതിലിതാ നമുക്ക് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ഫുള്ളായിട്ടുള്ളൊരു ബെഞ്ച് സീറ്റ്സാണ്. ഒരു ക്യാപ്റ്റൻ സീറ്റും 2 ബെഞ്ച് സീറ്റും ആയിട്ടാണ് നമുക്ക് ഫ്രണ്ടിലെ കോൺഫിഗറേഷൻ വന്നിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഗിയർ നോബും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. സുഖമായിട്ട് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. ആൻഡ് പുറകിൽ ഒരു മിനിറ്റ് നമുക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോൺഫിഗറേഷനാണുള്ളത്. ഇതിപ്പം ഫേസ് ടു ഫേസ് സീറ്റിംഗ് ആണ് വരുന്നത്. നമുക്ക് ഇത് തന്നെ ഈ ഒരു റോ സീറ്റ് നമുക്ക് നേരെ തിരിച്ച് ഫ്രണ്ട് ഫേസിങ് ആക്കാനും പറ്റും. അപ്പം ഞങ്ങൾ ഒരു 8 ആൾക്കാർ ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയാണെന്ന് കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ഈ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് നല്ലൊരു ഡിസ്റ്റൻസിലേക്ക് നമുക്ക് ഈ സീറ്റ് മൂവ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. ഈ റെയിലെല്ലാം സീറ്റ് മൂവ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പം ഈ ഒരു സീറ്റ് ഇത്രത്തോളം നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ആ പുറകിലുള്ള സീറ്റും നമുക്ക് അത്രയും ഡിസ്റ്റൻസ് തന്നെ ഓൾമോസ്റ്റ് ഈ ഒരു പോയിൻ്റ് വരെ നമുക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ബൂട്ട് സ്പേസിനെ പറ്റി നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 1500 ലിറ്ററോളമുള്ള ബൂട്ട് സ്പേസാണ്.
ഇനി ഈ സീറ്റ് നമ്മൾ മാക്സിമം ലൈക്ക് ഫ്രണ്ടിലേക്കിട്ട് ഈ ഒരു ഇത് വലിച്ച് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഫർ ചെയ്യുന്നത് ഓൾമോസ്റ്റ് 5000 ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് ആണ്. അത്രയും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. നമുക്കിനി ഫ്രണ്ട് ഡോറിൽ നമുക്കിവിടെ ലോക്കിംഗ് അൺലോക്കിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡോറിൽ തന്നെ കാണാൻ പറ്റുന്നത് ഈ ഒരു മിറർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഓട്ടോ മിറർ ഫോൾഡും നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് 2 വിൻഡോ പവർ വിൻഡോ ആണ് വരുന്നത്. ഇവിടെ വരുന്നത് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചസ് ആണ്. ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പാണ് ഇതിൽ വരുന്നത്. പിന്നെ സ്റ്റിയറിംഗ് വീൽ, 2 സൈഡിലെ കോമ്പിനേഷൻ സ്വിച്ച് അസംബ്ലി. ആൻഡ് റൈറ്റ് സൈഡിൽ ആക്ച്വലി ഇത് ഗിയർ ലിവർ ആണ്, റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ്. പാർക്കിന് ഇതാ ഇവിടെ ഒരു സ്വിച്ച് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് മാനുവൽ മോഡിലാണെങ്കിൽ നമുക്കിങ്ങനെ പ്ലസ് മൈനസ് അടിച്ചിട്ട് ഓടിക്കാനും പറ്റും. ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ഓൾറെഡി ഇവിടെ വരുന്ന ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ലിവറും ഇൻഡിക്കേറ്റേഴ്സ് പിന്നെ വൈപ്പറിൻ്റെ വാഷ് ആൻഡ് വൈപ്പ് കൺട്രോളും എല്ലാം നമുക്ക് ലെഫ്റ്റ് സൈഡത്തെ ലിവറിലാണ് വരുന്നത്. ഫുള്ളി ഡിജിറ്റലായിട്ടുള്ളൊരു ക്ലസ്റ്ററാണ് ഇതിൽ വരുന്നത്. നമുക്ക് 2 ഡിസ്പ്ലേ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററായിട്ടും പിന്നെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് ക്ലസ്റ്ററും വന്നിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ഓട്ടോമാറ്റിക് AC കൺട്രോളിൻ്റെ ഡുവലാണ് ആക്ച്വലി ഇവിടെയും. പിന്നെ നമുക്ക് പുറകിലേക്ക് സെപ്പറേറ്റ് വേറെയും വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം നമുക്ക് വരുന്നുണ്ട്. ഇത് ഫ്രണ്ടിലുള്ള ഗ്ലാസ് ഹീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സ്പെഷ്യൽ ഫീച്ചറാണ്. ആൻഡ് ഇവിടെ സീറ്റ് ഹീറ്റ് ചെയ്യാൻ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഫ്രണ്ട് സീറ്റിൻ്റെ ഡ്രൈവർ സീറ്റും കോ പൈലറ്റ് സീറ്റും നമുക്ക് ഹീറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്കിതിന് ഇവിടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണ് വരുന്നത്. ഈ ഒരു പുഷിൽ പാർക്കിംഗ് ബ്രേക്ക് ഓണും ഓഫും ആയിട്ട് നമുക്ക് നടക്കും. അതാ നമുക്ക് കാണാം ആകെ ഒരു 5200 മൈൽസാണ് ഓടിയിരിക്കുന്നത്. ഇപ്പം ഞങ്ങളെടുത്തിട്ട് ഏകദേശം 800 മൈൽ ഞങ്ങൾ ഓടിച്ചു കഴിഞ്ഞു. ആൻഡ് ഇപ്പം ഇത് നമുക്ക് കാണുവാണെങ്കിൽ ഈ ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഇതിന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇവിടെ വരുന്നത് ഫുള്ളായിട്ട് നമുക്ക് അഡാസിൻ്റെ ഫീച്ചേഴ്സാണ് ഇത്രയും ഭാഗത്ത് വരുന്നത്. ഈ ഒരു പാർട്ടീഷനിൽ മാത്രം വോയിസ് കമാൻഡ്സിനും ഓഡിയോ കൺട്രോളുമാണ് വന്നിരിക്കുന്നത്. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ആയത് തന്നെ നമുക്ക് ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യാനും പിന്നെ ലിമിറ്റേഷൻ വെക്കാനും റീസെറ്റും സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. ഇത് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുള്ളൊരു പുഷ് ബട്ടണായിട്ട് വരുന്നൊരു നോബാണ്. ആൻഡ് ഈ സൈഡിൽ നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിൻ്റെ കൺട്രോൾസാണ് ഇവിടെ ഫുള്ള് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ അതായത് ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പം ലെവൽ 1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്രൂസ് കൺട്രോളും ബ്രേക്കിംഗ് അസിസ്റ്റും എല്ലാം തരുന്നതാണ്. ലെവൽ 2ലേക്ക് വരുമ്പം അത് നമുക്ക് ആഡ് ഓൺ ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് കൂടെ വണ്ടിയുടെ കൺട്രോൾ കുറച്ചും കൂടെ വണ്ടി തന്നെ ചെയ്യുമ്പോഴാണ് നമ്മൾ അഡാസ് ലെവൽ 2 എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് വന്നിരിക്കുന്ന അഡാസ് ലെവൽ 2 ഫീച്ചേഴ്സാണ്. ഇതൊരു ഇലക്ട്രിക് സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടോർക്ക് സെൻസർ എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ആ ഒരു യൂണിറ്റ് ഉണ്ട് നമ്മളിവിടെ തിരിക്കുന്നത് അതനുസരിച്ചാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ പോകുന്ന 25 മൈൽ/ഹവർ സ്പീഡിലാണ്. ഞാൻ ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്തു. ആൻഡ് നമുക്കിവിടെ കാണാൻ പറ്റും 2 വണ്ടിയുടെ ഗ്യാപ്പാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി തന്നെ വണ്ടി ലൈൻ കീപ്പ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ അസിസ്റ്റ് ആവശ്യമാണ്. മിനിമം 15 മൈൽ സ്പീഡിലാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു നോബ് ഫ്രണ്ടിലേക്ക് പ്രസ് ചെയ്ത് ഞാൻ സ്പീഡ് കൂട്ടുന്നുണ്ട്. ആൻഡ് ഇപ്പം വണ്ടി ഓട്ടോമാറ്റിക്കലി ആണ് പോകുന്നത്. ഞാൻ വണ്ടി സ്റ്റിയർ ചെയ്യുന്നത് ഒരു മിനിറ്റ് പ്രോപ്പർ ലൈൻസ് ആയിട്ട് വരുമ്പം ഇതാ ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്റ്റിയറിംഗ് റൊട്ടേറ്റ് ആവുന്നുണ്ട്. ആൻഡ് അതിൻ്റെ അസിസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലിയാണ് ബ്രേക്ക് ചെയ്തത്. ഞാൻ ബ്രേക്ക് ചെയ്തിട്ടില്ല. വണ്ടി ഫുള്ളായിട്ട് ആ ഫ്രണ്ടിലെ വണ്ടിയുടെ ഗ്യാപ്പ് അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി നമുക്കിത് ബ്രേക്ക് ചെയ്ത് തരാണ് ചെയ്യുന്നത്. വൺസ് ആ വണ്ടി മൂവ് ആയി കഴിഞ്ഞാൽ ഈ വണ്ടി സ്റ്റിൽ എൻജിൻ ഓൺ ആണെങ്കിൽ ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് ആയിട്ടുള്ള ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്ത് എൻജിൻ ഓഫ് ആയിട്ടില്ലെങ്കിൽ ആ വണ്ടി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ വണ്ടി ടേക്ക് ഓഫ് ചെയ്ത് പോകും. അങ്ങനെയാണ് സെറ്റ്. ഇത് ആക്ച്വലി ലൈൻ ഡിപ്പാർച്ചർ വാർണിങ്ങും ലൈൻ കീപ്പ് അസിസ്റ്റും നമുക്ക് തരുന്നത് നല്ല പ്രോപ്പറായിട്ടുള്ള സോളിഡ് ലൈൻസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിലാണ്. നമ്മളിതാ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു. ഓൾമോസ്റ്റ് 23 മൈലിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഫ്രണ്ടിലെ വണ്ടിയുടെ അനുസരിച്ച് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് വണ്ടി തന്നെ ഓൾമോസ്റ്റ് ഇപ്പോൾ അതാ ഒരു 18 മൈലിലാണ് പോകുന്നത്. ആ വണ്ടിയുടെ സ്പീഡ് കൂടുന്നതനുസരിച്ച് ഇതും കൂടി പോയിക്കോളും.
ഇവിടെ നമുക്കൊരു ലെയിൻ ജോയിനിങ് ഉണ്ട്. സോ വി ഹാവ് ടു ടേക്ക് ഓവർ. ഇത് ലെവൽ 2 ADASൽ ശരിക്കും ആക്ച്വലി നമുക്കൊരു അസിസ്റ്റ് സിസ്റ്റമാണ് തരുന്നത്. ഒരു പ്രോപ്പറായിട്ട് വണ്ടി ഓട്ടോ പൈലറ്റ് മോഡ് പോലെയല്ല. പക്ഷേ ഇപ്പോൾ ഈ ലോങ് ആയിട്ട് വരുന്ന നമ്മളെ നാഷണൽ ഹൈവേസ്, അതായത് ഇവിടുത്തെ മോട്ടോർ വേസ് അല്ലെങ്കിൽ എയർ റോഡ് എന്ന് പറയുന്ന പ്രോപ്പർ ലൈനും കാര്യങ്ങളും ഉള്ള ലോങ് റോഡ്സിൽ നമുക്ക് ആക്ച്വലി നല്ല പോലെ ക്ഷീണം കുറയാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാര്യം നമുക്ക് ആ ഒരു എത്ര ലോങ് പോയാലും നമുക്കത്ര എഫക്റ്റ് ചെയ്യില്ല. അപ്പം ഞങ്ങൾ ഈ ഒരു വണ്ടി ട്രിപ്പിനെടുത്തിട്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1020 മൈല് ഞങ്ങൾ ഈ ഒരു പോയിന്റ് വരെ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഈ ഒരു 1020 മൈലിൽ ഓൾമോസ്റ്റ് ഒരു 700-800 മൈല് 700-800 മൈൽ എന്ന് പറയുമ്പോൾ ഏകദേശം 1200-1300 കിലോമീറ്ററിന് മുകളിൽ വരും. അത്രയും ദൂരം നമ്മൾ മോട്ടോർ വേ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. കാര്യം ഞങ്ങൾ ഇവിടുന്ന് താമസിക്കുന്ന മാഞ്ചസ്റ്ററിൽ നിന്ന് നമ്മൾ ഓൾറെഡി ഒരു UK-യുടെ ഒരു അറ്റം പ്ലിമൂത്ത് കോൺവോൾ സൈഡിലേക്കായിരുന്നു പോയിരുന്നത്. അപ്പോൾ മാക്സിമം മോട്ടോർ വേ തന്നെയായിരുന്നു കവർ ചെയ്തിരുന്നത്. അപ്പോൾ അത്രയും ദൂരം നമുക്ക് ഓടിക്കുന്നതായിരിക്കും. ഞങ്ങൾ 3 ആൾക്കാരുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ മാറി അങ്ങനെ ടേണായിട്ട് ഓടിക്കേണ്ട ആവശ്യം പോലും അധികം വന്നിട്ടില്ല, ഒരു ക്ഷീണത്തിൻ്റെ കാരണമായിട്ട്. കാര്യം നമുക്ക് ഈ ഒരു ഇത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും വണ്ടി സെൽഫ് ഡ്രൈവ് ചെയ്ത് പോകും. പക്ഷേ നമ്മുടെ അറ്റൻഷൻ സ്റ്റിയറിങ്ങിൽ നമുക്ക് വേണം. പിന്നെ ഒരു ലെയിൻ ചേഞ്ച് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ മാനുവലി ചെയ്യണം. കാര്യം നമ്മൾ ഇൻഡിക്കേറ്റർ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാതെ ഒരിക്കലും നമുക്ക് ലെയിൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാര്യം സ്റ്റിയറിങ് ഇപ്പോഴും വാണിങ് വന്നുകൊണ്ടിരിക്കും. ചെയ്യാൻ പറ്റും, പക്ഷേ നമ്മൾ ഓവർ റൈഡ് ചെയ്തിട്ട് എടുക്കണം. നോർമലി സ്റ്റിയറിങ് ടെൻഡ് ചെയ്യും, അത് ആ ലൈൻ തന്നെ കീപ്പ് ചെയ്ത് പോകാനുള്ളൊരു ടെൻഡൻസി അത് കാണിക്കും. ഇത്രയും നമുക്ക് ഓടിയിട്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 35.2 മൈൽസ് പെർ ഗാലൺ ആണ് കിട്ടിയത്. അതായത് ഇപ്പം ഓൾമോസ്റ്റ് നാട്ടിലെ നമ്മുടെ കിലോമീറ്റർ പെർ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 12 to 12.5 ലിറ്റർ ആണ് നമുക്ക് മൈലേജ്, 12.5 കിലോമീറ്ററാണ് നമുക്ക് മൈലേജ് കിട്ടിയിരിക്കുന്നത്. അത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു നോർമൽ 8 സീറ്റർ ആയിട്ടുള്ളൊരു വണ്ടിക്ക് നമ്മൾ ലോങ് പോകുമ്പം എങ്ങനെ കിട്ടുമോ അതിന് റിലേറ്റീവായിട്ട് തന്നെ ഇപ്പോൾ ഒരു ഇന്നോവ, ഒരു 7 സീറ്റർ ആയിട്ടുള്ളൊരു ഇന്നോവ ക്രിസ്റ്റയൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് 10 to 12 നമുക്ക് നാട്ടിൽ നോർമൽ കിട്ടാറ്. ഭയങ്കര ഹൈവേ ഓട്ടം കൂടുമ്പോൾ നമുക്കൊരു 15 വരാറുണ്ട്. ഇതൊരു 10 സീറ്റർ കോൺഫിഗറേഷനാണ്. പിന്നെ ഞങ്ങൾ പോയ സ്ഥലത്ത് കുറച്ച് ഹില്ലി ടെറൈനായിരുന്നു, ഒരു ഗഡ് സെക്ഷൻ പോലത്തെ ആയിരുന്നു, അതുകൊണ്ടായിരിക്കാം. പിന്നെ ഇതിന് കമ്പനി നോർമലി ഓഫർ ചെയ്യുന്നത് 34 മൈൽസ് പെർ ഗാലൺ ആണ് ഫോർഡ് ഈ ഒരു വണ്ടിക്ക് ഓഫർ ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ പോയി വന്നപ്പോൾ ഒരു 35 നമുക്ക് കാണിക്കുന്നുണ്ട്. നോട്ട് ബാഡ്, കുഴപ്പമില്ല, നല്ലൊരു തെറ്റില്ലാത്തൊരു ഡീസൽ മൈലേജ് ആണ്. ഒരു 10 സീറ്റർ വെച്ച് നമുക്ക് ഒരു 9 സീറ്റർ ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യുമ്പം കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞ റെൻ്റൽ ഏജൻസിക്ക് നമ്മൾ തിരിച്ചു കൊടുക്കാൻ വന്നതാണ്. നമുക്ക് തന്നെ ഇവിടെ കാണാൻ പറ്റും ഫോർഡിൻ്റെ പഴയ ട്രാൻസിറ്റ് ഉണ്ട്, 21 വോക്സുകളുടെ വിവേറുണ്ട്. ഇത് റെനോൾട്ടിൻ്റെ ട്രാഫിക്കാണ്. പിന്നെ അത് അല്ലാത്ത ഹൗസ് മൂവിങ് വാനാണത്, പ്യൂഷയുടെ. സിട്രോണിൻ്റെയും അതേപോലത്തെ വാൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ അത് പ്യുവർ ഇലക്ട്രിക് മാക്സിസിൻ്റെ വാനാണ് അവിടെ ഉള്ളത്. ആൻഡ് നമ്മളെ വണ്ടി നമ്മൾ തിരിച്ച് സബ്മിറ്റ് ചെയ്തു. അവർ ബേസിക് ആയിട്ടുള്ള പുറത്തുള്ള ചെക്കും കാര്യങ്ങളും, എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെന്നുള്ള ചെക്കും കാര്യങ്ങളും ചെയ്തു. പിന്നെ ഉള്ളും കാര്യങ്ങളും എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ നോക്കും. ഫ്യൂവൽ ലെവൽ നമ്മൾ കൊടുത്തത് സെയിം ആണോ നോക്കും. അങ്ങനെ കഴിഞ്ഞ് നമ്മൾ കീ കൊടുത്തു കഴിഞ്ഞു. സോ ഈ ഒരു ട്രിപ്പ് ഏകദേശം നമുക്ക് അവസാനിച്ചിട്ടുണ്ട്. സോ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. നമുക്ക് വേറൊരു വണ്ടീൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.